എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ബുള്ളറ്റ് മുളകിന്റെ അരികിലാണ്. അപ്പൊ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നട്ടിട്ട് വലിയ പരിചരണം വേണ്ടാത്ത ഒരു മുളകിന്റെ വെറൈറ്റി ആണ്. മുരടിപ്പൊക്കെ വളരെ കുറവുള്ള ഒരു വെറൈറ്റി ആണ്. നമ്മ വേനൽക്കാലത്താണ് ഈ മുളക് നട്ടിരുന്നത്. എന്നിട്ട് വരെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. വേണ്ട നമ്മ ഡെയിലി ഇതിന്ന് വിളവൊക്കെ എടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ബുള്ളറ്റ് മുളക് എന്നുള്ള പേര് വരാൻ കാര്യം കണ്ട, ബുള്ളറ്റ് ഷേപ്പാണ് ഈ മുളകിന്. കണ്ട, നമുക്ക് കടകളിൽ നിന്നൊക്കെ നമുക്ക് ഈ മുളക് മേടിക്കാൻ കിട്ടും. ഞാനിപ്പോ നട്ടേക്കണ കണ്ട ഡ്രമ്മിൽ നട്ടിട്ടുണ്ട്. അപ്പൊ ഡ്രമ്മില് വേറെ നാരകത്തിന്റെ തൈയൊക്കെ നട്ടിട്ടുണ്ട്. കണ്ട, അതിന്റെ തടത്തി 2 തൈ വെച്ചുകൊടുത്തിരുന്നാണ് നല്ല പൊക്കത്തിലാ വളർന്നേക്കണ. കണ്ട, നന്നായിട്ട് പൊക്കത്തി. നമുക്കിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളക്കെട്ടിന് മഴയൊക്കെയുള്ള വരാൻ പോണത്. പിന്നെ നമുക്ക് വെള്ളക്കെട്ടൊന്നും ഒരു പ്രശ്നം വരൂല. മുളകിന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് അപ്പൊ തന്നെ അഴുകി പോണാണ് മുളക്. അപ്പൊ ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളക്കെട്ട് വരും എന്തായാലും മഴക്കാലത്ത്. പിന്നെ നമ്മ ഇത് ചൂട് കാലത്താ നട്ടിരുന്നത്. അപ്പൊ നന്നായിട്ട് നനച്ചു കൊടുക്കണമായിരുന്നു. നനച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു 10 ദിവസം കൂടുമ്പോ നമ്മ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന്റെ വെള്ളം കൂട്ടിയിട്ട് അതിന്റെ തെളിവെള്ളം മാത്രമാണ് മുളകിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ നമ്മ കൊടുത്തിട്ടില്ല. നടാൻ നേരത്ത് നമ്മ അടിവെള്ളമായിട്ട് ഫ്രൂട്ട് പ്ലാന്റാണല്ലോ നമ്മ ഈ ഡ്രമ്മിൽ നട്ടിരുന്നത്. അപ്പൊ നമ്മ അടിവെള്ളമായിട്ട് നമ്മുടെ പറമ്പിലെ കരിയിലകളും അതേപോലെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കൽപ്പൊടിയൊക്കെ കൂടി ഇട്ട് നട്ടു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയതായിട്ട് നമ്മ അടിവെള്ളവും കൊടുത്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് തന്നെ മുളക് കായ്ച്ചിട്ടുണ്ട്. കേട്ടാ, അപ്പം ഞാനൊരു ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട്. കേട്ടാ, ചെടിച്ചട്ടി നട്ടിട്ടുണ്ട്, മൺചട്ടിയിൽ നട്ടിട്ടുണ്ട്, അതേപോലെ ചെറിയ ചെടിച്ചട്ടി വരെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട, ഇത് ചെടിച്ചട്ടി നട്ടേക്കണ മുളകിന്റെ തൈയാണ്. കണ്ട, നമ്മ മൺചട്ടി നട്ടേക്കണാണ്. മുളക് അയച്ചേക്കണ കണ്ടില്ലേ നിങ്ങൾ? നിറച്ച് മുളകാണ്. മുളകുന്തയൊക്കെ കണ്ട യാതൊരു മുരടിപ്പൊന്നും ഇല്ലാണ്ട് നല്ല കടുത്ത ചൂടായിരുന്നല്ലോ നമുക്ക്. എന്നാലും ഈ മുളക് ചൂടിനൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള മുളകിന്റെ വെറൈറ്റിയാണ് കേട്ടാ. അപ്പൊ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ മുളകാണ്. നമുക്കൊരു 2-3 ചട്ടിയിലൊക്കെ നട്ടുകഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മുളക് എല്ലാ ദിവസവും നമുക്ക് വിളവെടുക്കാം. നമുക്ക് കടയിൽ നിന്ന് മുളക് മേടിക്കേണ്ട ആവശ്യമേ ഇല്ലാണ്ട. ഇതൊക്കെ നമ്മ ചട്ടിയിൽ. ഇതിനൊന്നും നമുക്ക് കാര്യമായിട്ട് ഒരു പരിചരണം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് വരെയും കണ്ട നന്നായിട്ട് മുളക് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വിളവെടുത്ത് തുടങ്ങാം. അപ്പൊ ഒരുപാട് മുളക് വിളവെടുക്കാനുണ്ട്. നമ്മിപ്പോ കുറച്ച് മുളക് മാത്രം നമ്മ വിളവെടുക്കണുള്ളൂ. കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഞാനപ്പൊ ഇത് ചെയ്യാന്ന് വെച്ചേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൗഡർ ഉണ്ടാക്കാനായിട്ട്, ഉണക്കിയിട്ട് പൗഡർ ഉണ്ടാക്കാനായിട്ട് ആണ് ഇത് ഇന്ന് വിചാരിച്ചായിരിക്കണം. അപ്പൊ ഇന്ന് കുറച്ച് മുളകിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മ ഇന്ന് മുളക് വിളവെടുക്കണതാണ്. അപ്പൊ നമുക്ക് പൗഡർ ഉണ്ടാക്കാം. അതേപോലെ ഞാൻ ഇതിന്റെ കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മുളകാണ്. കണ്ട, നല്ല ടേസ്റ്റ് ആണ് ഈ മുളകിന്. നമ്മ 1-2 മുളകൊക്കെ ഇട്ടാ മതി. കണ്ട, ഇതൊക്കെ പഴുത്ത മുളകാണ്. നമുക്ക് പൗഡർ ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് നന്നായിട്ട് പൗഡർ പൊടി കിട്ടും ഇതിൽ നിന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മുളകാണല്ല, നല്ല എരിവുമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് പൗഡറൊക്കെ ഇട്ടാ മതിയാവും കറികളിലൊക്കെ. കണ്ട, നമുക്കപ്പ ഇതൊക്കെ വിളവെടുക്കാൻ എളുപ്പമാണ്. നമ്മ സാധാ മുളക് പോലും ഒന്നല്ല. ചെറിയ ചെറിയ മുളകാകുമ്പോ നമുക്ക് വിളവെടുക്കാൻ പണിയാണല്ലോ. ഇത് നമുക്ക് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഏത് ചെടിയുമെന്നും നമുക്ക് കായുണ്ടായി അത് പൊട്ടിച്ചെടുക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് മുളക് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൃഷിയാണ് കേട്ടോ. എന്ത് നട്ടില്ലെങ്കിൽ ആളുകള് മുളക് നടാണ്ടിരിക്കൂല. അതും പല വെറൈറ്റി മുളകുകൾ സംഘടിപ്പിച്ച് എല്ലാവരും മുളക് കൃഷി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് പേരാണ്. എൻ്റെ ഒരുപാട് തരം മുളകുകൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ തരം മുളകിന്റെ വിത്തുകളും ആളുകൾ മേടിക്കാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്കാണ് മുളകിന്റെ വിത്തൊക്കെ അയച്ചു കൊടുക്കണത്. അപ്പൊ മുളക് കൃഷി നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൃഷി തന്നെയാണ്. ഞാനും ഫസ്റ്റ് മുളക് കൃഷിയായിട്ടായിരുന്നു തുടക്കം. ആദ്യം ഞാൻ ചെയ്തിരുന്ന കൃഷി മുളക് തന്നെയായിരുന്നു.
പലതരത്തിലുള്ള മുളകുകൾ ചാക്കുകളിൽ, അന്ന് ചാക്കുകളിലൊക്കെ ആയിരുന്നു കൃഷി ചെയ്തിരുന്നത്. ചാക്കുകളിലൊക്കെ കൃഷി ചെയ്ത് നന്നായിട്ട് തന്നെ മുളക് ഉണ്ടാകുമായിരുന്നു. എന്നുവെച്ചാല് കൊട്ടക്കണക്കിന് മുളക് ഞാനന്ന് വിളവെടുത്തിരുന്നു. അപ്പൊ നമ്മുടെ മുളക് ഈ ഡ്രമ്മിലൊക്കെ പല സ്ഥലത്ത് കണ്ട, ഡ്രമ്മിലൊക്കെ ഒച്ചേക്കെന്ന് പറഞ്ഞാൽ അപ്പൊ നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട്. കണ്ട ചെടി നല്ല ഉയരത്തിലാ പോയേക്കണത്. കണ്ടിരുമലൊക്കെ നിറച്ച് മുളക് തന്നെയുണ്ട്. നമുക്ക് കുറച്ച് മുളകൊക്കെ ഇപ്പൊ പറിക്കണുള്ളൂ. കണ്ട നിറച്ചും മുളക് തന്നെ. ഡെയിലി നമുക്ക് വിളവെടുക്കുകയാണെങ്കിൽ കൊട്ടക്കണക്കിന് മുളക് വിളവെടുക്കാം. അപ്പൊ നിങ്ങ മുളകൊക്കെ നട്ട് കഴിഞ്ഞാല് കടലപ്പിണ്ണാക്കില്ലേ, കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന്റെ സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി. മുളക് ഇങ്ങനെ കൊല കുത്തി കായ്ച്ചോണ്ട് നിൽക്കും. വേറെ യാതൊരു വളങ്ങളൊന്നും മുളക് കൃഷിക്ക് ആവശ്യമില്ല. പിന്നെ നമ്മ 1-2 മുളകും തേക്ക് നടണവർക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളമൊക്കെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്ക. അതേപോലെ മീൻ കഴുകണ വെള്ളം ഇവിടെ പിന്നെ ഒരുപാടുണ്ടല്ലോ, ഒരുപാടുള്ള കാരണം നമ്മ അത് കുറച്ചെണ്ണത്തിനൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ കാന്താരിയൊക്കെ നട്ടിട്ടുണ്ട്, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇതേപോലെ തന്നെ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടേ, ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ മുളക് പറിച്ചെടുക്കാം. അപ്പൊ നമ്മ ഇതൊക്കെ ചെറിയ ചട്ടിയിൽ നട്ടേക്കണ മുളകും തൈകളാണ്. കണ്ട ഇതിന്ന് നമ്മ ഡെയിലി വിളവെടുക്കണാണ്. കണ്ട ഒരു മുരടിപ്പോ ഒന്നുമില്ല. കണ്ട മുളകും തൈകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണണ്ട, നിറച്ച് പൂവും കായൊക്കെ ഇട്ട്. ഇത് നമ്മ ഡെയിലി ഇതിന്ന് വിളവെടുത്തോണ്ടിരിക്കണാണ്. കണ്ട ഒരു മുളകിന്റെ തോട്ടം തന്നെയാണ് ഇത്. കണ്ട ഇഷ്ടം പോലെ മുളകും തൈകളാ നമ്മ നട്ടേക്കണണ്ട. എല്ലാം ചെറിയ ചെറിയ ചട്ടികളിലാ നട്ടേക്കണത്. ഇവിടെ നട്ടേക്കണണ്ട ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ചട്ടികളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതേപോലെ മുളക് നട്ടു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ മുളക് വിളവെടുക്കാം. കണ്ട ഇഷ്ടംപോലെ മുളകാണ് വിളവെടുക്കാനേട്ടാ. പറിച്ചാലും തീരൂല, ചാക്കണക്കിനുണ്ട് വിളവെടുക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മിപ്പോ ഒരു മുളകിന്ന് ഒരു 5-6 വീതം എടുക്കണുള്ളൂ. കണ്ട ഇതേപോലെ പിന്നെ ഒരു കുടുംബശ്രീയുടെ ചന്തയിലോട്ട് മുളക് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ പറിക്കണത്. കണ്ട ഇഷ്ടംപോലെ മുളക് പറിക്കാനുണ്ട്. ഇതും ഒക്കെ ചെറിയ ചട്ടിയില. കണ്ട ചെറിയ ചട്ടിയിൽ നട്ട് വെച്ചേക്കണതാണ്. അപ്പൊ നമ്മുടെ വളം നിങ്ങൾ നട്ടേ ഈ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചൊഴിക്കുമ്പോ ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ നേർപ്പിച്ചിട്ട് ഒന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കാട്ട, കീടങ്ങൾക്കും നല്ലതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാല് നിങ്ങക്ക് ഇതേപോലെ മുളക് വിളവെടുക്കാം. എന്താ പറയുക, ചട്ടിയും ചാക്കൊക്കെ നമുക്ക് ഉപയോഗിച്ച് മുളക് കൃഷി ഇതേപോലെ ചെയ്യാം. അപ്പൊ മുളക് നട്ടാൽ എല്ലാവർക്കും ഒരു പ്രശ്നം എന്ന് വെച്ചാല് മുളകും തൈ മുരടിച്ച് പോണെന്നുള്ളതാണ്. മുളകിന് ഒരുപാട് പേരാണ് എന്നോട് കംപ്ലൈന്റ് പറയണത്, മുളകിന് മുരടിപ്പ് ആണെന്നുള്ളത്. ഞാൻ ഈ മുളകും തൈ വെച്ചേക്കണത് ഒരു തേക്കുമരത്തിന്റെ ചോട്ടിലാണ് ട്ടാ. വലിയ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തല്ല വെച്ചേക്കണത്. എങ്കിൽ കൂടിയും നന്നായിട്ട് തന്നെ മുളക് ഉണ്ടായിട്ടുണ്ട്. കണ്ട മുളക് ഉണ്ടായൊക്കെ നിക്കണ നല്ല ഭംഗിയാണല്ലോ. നമുക്ക് മുളക് ഇതേപോലെ കാഴ്ച കിടക്കണതിന്റെ അരികിലൊക്കെ വന്ന് നിൽക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ കൊട്ട നിറഞ്ഞപ്പോ നമ്മ വിളവെടുപ്പ് നിർത്തി. ഇനി ഒരു 10-20 കൊട്ട പറിച്ചാലും തീരില്ല, അത്ര പെരുത്ത് മുളകാണ് കിടക്കണത്. അപ്പൊ ഇനി നമുക്ക് പഴുത്ത മുളകുകൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, മുളക് പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടി നമുക്ക് ഡ്രയർ ഉള്ളതാണല്ലോ. മഴയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് നമുക്ക് പൗഡർ ഉണ്ടാക്കാം. അപ്പൊ പൗഡർ ഉണ്ടാക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ പഴുത്ത മുളകില്ലേ, ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ അപ്പൊ തന്നെ കോരിയെടുക്കാം. എന്നിട്ട് ഉണക്കി കഴിഞ്ഞാൽ നല്ല കളറായിരിക്കുള്ളൂ കേട്ടോ മുളക്. അപ്പൊ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് അവരുടെ വീട്ടിൽ മുളക് ഉണ്ടായിട്ട് എങ്ങനെയാ ഉണക്കണേന്ന്. അപ്പൊ അങ്ങനെ ഉണക്കുമ്പോന്ന് വെച്ചാല്
മുളക് ഒട്ടും കേടാൻ അല്ലെങ്കിൽ നമ്മ വെയിലത്തൊക്കെ കൊടുക്കുമ്പോ മുളകിന്റെ കളറൊക്കെ മാറുമല്ലോ. ഇത് കളറൊന്നും മാറാണ്ട് നമുക്ക് നല്ല കളറുള്ള മുളക് പൊടി കിട്ടും. അപ്പൊ കണ്ടു ഞാൻ പറയില്ല കടലപ്പിണ്ണാക്കിന്റെ സ്ലെറിയ നമ്മ ഒഴിച്ചു കൊടുക്കണേന്ന്. നമ്മ ഇതേപോലെ എപ്പോഴും ഇങ്ങനെ കലക്കി വെച്ചേക്കും കണ്ട. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറേ ഒഴിച്ചു കൊടുത്താൽ മതി കണ്ട. ഇതേപോലെ നമ്മ നനക്കണ അന്നത്തെ ദിവസം നനക്കൂല. വെള്ളം ഒഴിക്കണേക്ക് മുമ്പ് നമ്മ ഇതേപോലെ ഒരേ കപ്പ് നമ്മ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ അത് ആവശ്യത്തിന് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടാ. നമ്മ വെള്ളം ചട്ടിന്ന് വാർന്ന് പോണ രൂപത്തില് നമ്മ ഒഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മ ഒഴിക്കണ വളമൊക്കെ ചോർന്നു പോകുമല്ലോ. അപ്പൊ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിനാൽ നമുക്ക് ഇതേപോലെ കൊട്ടക്കണക്കിന് മുളക് പറിക്കാൻ കണ്ട. ഇനി മുളകും തേമല് ഒരുപാട് മുളക് കിടക്കണേണ്. അപ്പൊ മുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് വലിയ ഒരു പ്രയാസമില്ലാത്ത കൃഷിയാണ്. നമ്മുടെ വീട്ടിൽ ദിവസവും ഉപയോഗിക്കാനാണ് പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മ ഡെയിലി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കാനാണ്. നമുക്കിനി കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യവും ഇല്ല ഇതേപോലെ മുളകൊക്കെ നട്ട് കഴിഞ്ഞാല്. അപ്പൊ എല്ലാവരും മുളകൊക്കെ നട്ട് പിടിപ്പിക്കണം. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് വീടിന്റെ മുന്നിലൊക്കെ വെക്കാല. നമ്മ ചെടികളുടെ ഒപ്പൊക്കെ വെക്കുമ്പോ നല്ല ഒരു ഭംഗിയാണ് കാണാൻ തന്നെ. ഇത് കാഴ്ച കിടക്കണ കാണാൻ തന്നെ. അപ്പൊ എല്ലാവരും മുളക് കൃഷിയൊക്കെ ചെയ്യണം. വിളവെടുപ്പ് ഇടണെന്ന് വെച്ച് കഴിഞ്ഞാല് വിളവെടുക്കും വേണം. എല്ലാവരും പറയും നിങ്ങളുടെ വിളവെടുപ്പ് കണ്ടിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യണത് എന്നാ. ഒരുപാട് പേരാണ് ട്ടാ നമ്മുടെ കൃഷിയും ഈ കൃഷി രീതികളും ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേരാണ് കൃഷിയിലോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ വിളവെടുപ്പൊക്കെ കാണുമ്പോഴാണ് അവർക്ക് ചെടി നടാൻ തന്നെ തോന്നണേന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മ ഈ വിളവെടുപ്പുകൾ ഇടണത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാലോ നമ്മ കഴിക്കണ ഭക്ഷണം ഒക്കെ വിഷമാണ്. അപ്പൊ കുറച്ചെങ്കിലും വിഷമില്ലാത്ത പച്ചമുളക് എന്നൊക്കെ പറയാൻ ഭയങ്കര വിഷമാണ്. നടുമ്പോ തുടങ്ങി അവര് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഒരു മുളകും തൈ നടുമ്പോ തന്നെ അറിയാം മുരടിപ്പ് വന്ന് ഭയങ്കര പ്രശ്നങ്ങളാ മുളകിന്. പക്ഷെ നമ്മുടെ വീട്ടിൽ നട്ട് കഴിഞ്ഞാല് നമുക്കൊരു വിഷവും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മുളക് കൃഷിയൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാവരും മുളകൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.